അപ്പോൾ ഇന്ന് ഇങ്ങോട്ടേക്കാണ് ഒരുങ്ങിക്കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പന വരെ ഒന്ന് പോവാട്ടോ. ചേട്ടനും പൊന്നൂസും പോയിട്ടുണ്ട്. പൊന്നപ്പനെ കളരി കൊണ്ടുപോയിട്ടിട്ട് ചേട്ടൻ റീഡിംഗ് എടുക്കാൻ പോയി. എനിക്കൊരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ടൗണിലോട്ടൊന്ന് പോയാൽ മതി. അമ്മച്ചി ഒരു 10:30 കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. അമ്മച്ചിയുടെ കൂട്ടത്തിൽ കടയിൽ വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആലപ്പുഴയിൽ ഒരു കല്യാണം വരുന്നുണ്ട്. അമ്മയുടെ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് മുഴുവൻ ഫാമിലിയും. എല്ലാവരും ഡ്രസ്സ് എടുപ്പും അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അമ്മച്ചിക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പോകുന്നത്. വിഷുവിന് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കല്യാണം ആകുമ്പോഴത്തേക്ക്, കല്യാണത്തിന് പോകാറാകുമ്പോഴത്തേക്ക് സാരി എടുക്കാമല്ലോ എന്ന്. പിന്നെ അന്നേരത്തെ ആ വിഷു തിരക്കിനിടയ്ക്ക് പോയി എടുക്കലും നടക്കത്തില്ലല്ലോ. അപ്പോൾ അമ്മച്ചിയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അമ്മച്ചിയുടെ ഇഷ്ടത്തിന് ഒരു സാരി എടുക്കാമല്ലോ. അമ്മച്ചിക്കാണെങ്കിൽ കോട്ടൺ ടൈപ്പാണ് വേണ്ടത്. അപ്പം നമ്മൾ പോയി എടുക്കുമ്പോഴത്തേക്ക് അവനവൻ്റെ ഇഷ്ടത്തിന് എടുക്കുന്ന കണക്ക് വരത്തില്ലല്ലോ. പിന്നെ കൊണ്ടുപോയി മാറേണ്ടിയും വരല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നിട്ട് ഇന്നാണ് കേട്ടോ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കല്യാണത്തിന്. 27-ാം തീയതിയാണ് കല്യാണം. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ഉടുക്കാമല്ലോ. അപ്പോൾ പിന്നെ കോട്ടൺ സാരി തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ നാട്ടിൻപുറത്തോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ സഹിക്കാൻ പറ്റത്തില്ലാത്ത ചൂടാണ്. അപ്പോൾ കോട്ടൺ ആണെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ചുരിദാർ അങ്ങനെ ഇടയിൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചുരിദാർ എടുക്കുന്നില്ല, സാരി എടുക്കാമെന്ന് വിചാരിച്ചേ. എനിക്കാണേലും ഉണ്ടല്ലോ ഈ ചുരിദാറാണ് കൂടുതൽ കംഫർട്ടെന്ന് തോന്നും. ഞാൻ അമ്മച്ചിയോട് അതിന് എപ്പോഴും പറയും, അമ്മച്ചി നാട്ടിൻപുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ചൂടല്ലേ, ചുരിദാർ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ സുഖമല്ലേന്ന്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോകും. എന്നാലും അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് സാരി ഉടുത്താലേ അമ്മച്ചിക്ക് പറ്റുള്ളൂ. അത് നേരത്തെ തൊട്ട് സാരി ഉടുത്ത് ശീലിച്ചുകൊണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരു വർഷത്തോളം അമ്മച്ചൊക്കെ ആയിട്ടുള്ളൂ ചുരിദാറൊക്കെ വല്ലപ്പോഴും ഒക്കെ. അതിങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ചാൽ മാത്രമേ ചുരിദാർ ഇടത്തുള്ളൂ. അത് അമ്മച്ചിക്ക് ഒട്ടും കംഫർട്ടല്ലെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ഈ ചൂടും പരവേശമൊക്കെ കൊണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കൂട്ടത്തിലൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അനിയത്തി അവൾ കുഞ്ഞാവയാണേലും ചുരിദാർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധിക്കുമ്പോഴത്തേക്കും ഒക്കെ ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാനും പിന്നെ നിർബന്ധിക്കാഞ്ഞത് ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ഓട്ടോയ്ക്ക് കയറി കട്ടപ്പന വിമലയിലോട്ടാട്ടോ വന്നത്. അന്നേരം അമ്മച്ചി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ എണ്ണം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞി അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞിക്കാണേലും കല്യാണത്തിന് മുകളിൽ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് വിമലയിലോട്ടും വന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ടാണ് ഈ കോട്ടനൊക്കെ ആകുമ്പോഴത്തേക്ക് അവനവൻ്റെ ഇഷ്ടത്തിന് എടുത്തില്ലെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനൊരു തുണി എടുത്താലേ യൂസ് ചെയ്യാൻ തോന്നുള്ളൂ. അതുകൊണ്ട് അമ്മച്ചിയുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അത് എടുത്തു കേട്ടോ. പക്ഷെ അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒത്തിരി സമയം എടുത്തു സെലക്ട് ചെയ്യാൻ. തന്നെയല്ല നമ്മൾ ഈ കോട്ടനൊക്കെ ആകുമ്പോൾ എനിക്കങ്ങനെ സെലക്ട് ചെയ്യാൻ അറിയത്തില്ല. അമ്മച്ചി ഈ കോട്ടൺ സാരി ഉടുക്കുന്നതുകൊണ്ട് ഓരോ തുണി എടുക്കുമ്പോഴത്തേക്കും അത് നല്ല കോട്ടൺ ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഏത് മെറ്റീരിയലാണ് അങ്ങനെയൊക്കെ നോക്കിയും പെറുക്കിയൊക്കെ ആട്ടോ ഞങ്ങൾ സാരി എടുത്തത്. അത്യാവശ്യം നല്ലൊരു സാരിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അമ്മച്ചിക്ക് ഒരുമാതിരിപ്പെട്ട കോട്ടൻ്റെ ഒരുമാതിരി പ്രിൻ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നല്ല തുറന്നു കേട്ടോ. ഒത്തിരി നേരം എടുത്ത് ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. അമ്മച്ചിക്ക് സാരി എടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞിക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ നോക്കിയായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും മടുത്തായിരുന്നു അത്രയും നേരം നിന്നുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊട്ടിപ്പുറത്തൊരു ബേക്കറി ഉണ്ട്, അവിടെ കയറി ഒരു ലൈം കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഞാനൊരു ഓട്ടോയ്ക്ക് കയറി നേരെ വീട്ടിലോട്ട് പോകും. അമ്മച്ചിയും കുഞ്ഞിയും കൂടെ കുഞ്ഞിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. തകടിയിലോട്ടോ എന്തോ ആണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനൊരു ഓട്ടോയ്ക്ക് കയറി വീട്ടിലിറങ്ങിയിട്ട് ഇനിയിപ്പം വൈകുന്നേരം ഞങ്ങൾക്ക് ടൗണിൽ വരുന്ന പോകണം. ടൗണിലല്ല, സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വരുന്ന പോകണമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. പിന്നെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ചച്ചിയെ ഒന്ന് കാണാൻ വേണ്ടി പോകണം. അങ്ങനെ വേണ്ട പൊന്നപ്പനും അച്ഛയും വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 6 മണിയൊക്കെ ആയി കേട്ടോ. ആശുപത്രി വരെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5:45 അപ്പോൾ ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ചേട്ടനും പൊന്നപ്പനോട് താഴോട്ട് പോയി. എന്നോട് പറഞ്ഞു പോയി ചീട്ടെടുത്തോളാം. ചീട്ടെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആ പിള്ളേർ പറഞ്ഞു, ചേച്ചി ആറാകാൻ 2 മിനിറ്റോ 3 മിനിറ്റോ എന്തോ ഉള്ളൂ. പെട്ടെന്ന് നമ്പർ പറഞ്ഞു 6 മണി വരെ മാത്രമേ നമുക്ക് ചീട്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച് പെട്ടെന്ന് ചീട്ടും എടുത്തിട്ട് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ്. നേരത്തേക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചെന്നത്. 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റി. നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ മേടിച്ചിട്ട് നേരെ അച്ചാച്ചിയുടെ റൂമിലോട്ട് പോയി. അപ്പോൾ അച്ചാച്ചിക്ക് ഇന്ന് ഡിസ്ചാർജ് ആയിരുന്നു. വൈകുന്നേരത്തേക്കായിരുന്നു ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 8:30 കേട്ടോ. അപ്പം ഞങ്ങളും ഡിസ്ചാർജ് ആയിട്ട് പോരാമെന്ന് പറഞ്ഞ് ഞങ്ങളും എല്ലാവരും കൂടെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ 8:30-9 മണി ആവാറായി ഡിസ്ചാർജായി ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ. ആശുപത്രിയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അവർക്കും അവരുടേതായ പ്രൊസീജിയറൊക്കെ നീക്കി വരുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ താമസിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.